ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് വറുത്തരച്ച പാവയ്ക്ക കറിയാണ്. നല്ല രുചിയാണ് കേട്ടോ ഇത് കൂട്ടി ചോറിനാനൊക്കെ ആയിട്ട്. ഇപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കിയ പിള്ളേർ കഴിക്കില്ലെങ്കിൽ പോലും ഇങ്ങനെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത്രയും കയ്പുള്ള പാവയ്ക്കയെ നമ്മൾ നല്ല രുചികരമായ ഒരു കറിയിലേക്ക് മാറ്റാം. അതിന് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ആദ്യം വെള്ളത്തിലിട്ടു. അത് അവിടെ കിടന്ന് കുതിരട്ടെ. അപ്പോഴേക്കും എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉലുവയിട്ട് പൊട്ടിച്ചു. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവയിട്ട് വഴറ്റി. അപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്ത തേങ്ങയാണല്ലേ. അപ്പം ഞങ്ങൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വറുത്ത തേങ്ങ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ എല്ലാ കടകളിലും നാട്ടിലും കിട്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്നും പറഞ്ഞുകൊണ്ട്. അത് ചിരകിയ തേങ്ങ ഉണങ്ങിയതാണ്. അപ്പം അതെന്ന് പറയുന്നത് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഈ പച്ച തേങ്ങ വറക്കണ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ ലുലുവിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്, നാട്ടിലും കിട്ടും. അപ്പോൾ അത് ഞാൻ ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തിട്ട് ടിന്നിലിട്ട് സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ പിന്നെ വറുത്തര കറികളെല്ലാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഞാൻ അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞതിട്ടു. അതോടൊപ്പം തന്നെ പാവയ്ക്കയും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വേവുന്നത് വരെ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കരിയാതെ വേവിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മസാലപ്പൊടികളെല്ലാം ചേർക്കുന്നത്. ആദ്യമൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ മേടിച്ചിട്ട് ഞാൻ തോരൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോൾ ഒരു ഉണക്ക തേങ്ങയുടെ ഒരു ഫ്ലേവറാണ് കയറി വരുന്നത്. പച്ച തേങ്ങയുടെ രുചി നമുക്ക് കിട്ടില്ല. പക്ഷേ ഈ വറുത്തരയ്ക്കണേന് യാതൊരു ടേസ്റ്റ് ഡിഫറൻസും ഇല്ല. നല്ല പോലെ എണ്ണ തെളിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയിട്ട് നല്ലപോലെ വഴറ്റി. അത് വഴന്നു വന്നതിന് ശേഷം തക്കാളി കൂടി ചേർക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയെ. അപ്പോൾ തക്കാളി ഇടുന്നത് പുളിക്ക് മാത്രമല്ല, ഒരു കൊഴുപ്പും നമ്മുടെ കറിക്ക് കിട്ടും. നല്ല കൊഴുത്തുള്ളൊരു വറുത്തര കിട്ടാനും കൂടി ചേർക്കണേ. അപ്പോൾ അതിനനുസരിച്ച് പുളി ചേർക്കുമ്പം അതിനനുസരിച്ച് ചേർത്താൽ മതി. നല്ലപോലെ പഴുത്ത തക്കാളിയാണെങ്കിൽ പുളി കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ മസാലയെല്ലാം വഴന്നു വന്നു. അതിലേക്ക് തക്കാളി ഇട്ട് ഇളക്കി. ഇനി തക്കാളിയും കൂടി ജസ്റ്റ് ഒന്ന് പകുതി വേവായതിന് ശേഷം ഒന്ന് പുളി പിഴിഞ്ഞതൊഴിച്ചു. അതിൻ്റെ കൂടെ നമുക്ക് കറിക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളവും ചേർത്ത് ഇനി അതൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും വറുത്ത തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്താൽ ആ അരപ്പിൻ്റെ കളർ പച്ച കളറായി പോകും. ഒരു തുള്ളി വെള്ളം ചേർക്കാതെ കുറച്ച് നേരം കൂടി ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ നമുക്ക് തേങ്ങ വറുത്തരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനതെടുത്തു, അത് ചേർത്തു. ഈ വറുത്തര കാണുമ്പോൾ അമ്മച്ചി പണ്ട് അമ്മിക്കല്ലിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ എണ്ണ തെളിഞ്ഞ് അരച്ചെടുക്കുന്ന അരപ്പാണ് ഓർമ്മ വന്നത്. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ഒരു 250 ഗ്രാം പാവയ്ക്കയാണ്. അതിലേക്ക് അരമുറി തേങ്ങയുടെ അരപ്പാണ് ചേർത്തത്. പിന്നെ ഒരു 1/2 സ്പൂൺ പഞ്ചസാരയോ ശർക്കര പൊടിയോ ചേർക്കാം. ഞാൻ ശർക്കര പൊടിയാണ് ചേർത്തത്. അതും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ വേവിക്കാം. മാധവിക്കുട്ടിയമ്മ പറഞ്ഞതുപോലെ പ്രകടമാക്കാത്ത സ്നേഹം നിരർത്ഥകമാണ് അല്ലേ. പിശുക്കൻ്റെ കയ്യിൽ ക്ലാവ് പിടിച്ച നാണ്യശേഖരം പോലെ ഉപയോഗശൂന്യവും. കയ്പൻ പാവയ്ക്കയെ അതീവ രുചികരമായ ഒരു കറിയാക്കി മാറ്റിയതുപോലെ നമുക്കും നമ്മുടെ ക്ലാവ് പിടിച്ച സ്നേഹത്തെ പ്രകടമാക്കുന്ന അർത്ഥപൂർണമായ സ്നേഹമാക്കി മാറ്റുവാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഈ കറിയൊക്കെ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു സോ മച്ച്.